നമ്മളതിന് യോജിക്കുന്നു. കാരണം ഡബിങ് ഒന്നും ശരിയല്ല, മലയാളം ഡബിങ് കാര്യങ്ങളൊന്നും ശരിയല്ല. എങ്ങനെ ഉണ്ടായിരുന്നു? സൂപ്പർ പടം. ബ്രോ എങ്ങനെയുണ്ടായിരുന്നു? ചേട്ടാ എങ്ങനെയുണ്ടായിരുന്നു ബ്രോ? എങ്ങനെയുണ്ടായിരുന്നു? അടിപൊളി പടം, കാലക്കം പടം. എന്താണ് ഒന്നും മനസ്സിലായിട്ടില്ല ഇതുവരെ. കാലക്കം പടം ഒന്നും മനസ്സിലായിട്ടില്ല. ഓണം തൂക്കും. എങ്ങനെ ഫൈറ്റ് ഒക്കെ ഉണ്ടായിരുന്നു? ഫൈറ്റ് മാത്രമേ ഉള്ളൂ. നെഗറ്റീവ് കേട്ടിട്ടല്ലോ ഓൾറെഡി വന്നിട്ടുണ്ടായിരുന്നു. ഓൾറെഡി നെഗറ്റീവ് റിവ്യൂസ് കേട്ടിട്ടല്ലോ വന്നത്. അപ്പൊ കുഴപ്പമില്ലാന്ന് തോന്നുന്നു. പോസിറ്റീവ് വെച്ചാ ആക്ച്വലി ഞാൻ മാരീഡ് ആണ്, അപ്പൊ എനിക്ക് പലതും അറ്റാച്ച്ഡ് ആയി. മനസ്സിലായി, കൊള്ളായിരുന്നു. ഓൾറെഡി കുറെ സോഷ്യൽ മീഡിയയിൽ ഭയങ്കര നെഗറ്റീവ് ഉണ്ടല്ലോ, അപ്പൊ അത്ര നെഗറ്റീവ് തോന്നിയാ കണ്ടിട്ട്? ഇല്ല, അത്രയ്ക്ക് നെഗറ്റീവ് ഒന്നല്ല, കാണാനുള്ളതൊക്കെ ഉണ്ട്. പൈസ വർത്താണ്. കോമഡി പടം, കോമഡി. ഓൾറെഡി നെഗറ്റീവ് കേട്ടിട്ടല്ല വന്നത്, അപ്പൊ എന്തോ നെഗറ്റീവ് കേട്ടിട്ട് അത് തന്നെ, വേറൊന്നും പറയല്ല. നെഗറ്റീവ് ഒക്കെ ശരിക്കുള്ള സത്യങ്ങൾ തന്നെയാണ്. നെഗറ്റീവ് പൈസ വർത്താവോ? കണ്ടിരിക്കാം, അത്രേ ഉള്ളൂ. എന്താ പോസിറ്റീവ് ആയിട്ട് അങ്ങനെയൊന്നും തോന്നിയൊന്നുമില്ല. ഇന്റർവെല്ലാണ് പുള്ളിയിടാ, പക്ഷെ മലയാളത്തിൽ കാണുമ്പോൾ ഭയങ്കര കോമഡിയാണത്. മലയാളം ഡബിങ് വളരെ മോശമാണ്. വളരെ മോശമാണ്. ഫാമിലിക്ക് കാണാൻ പറ്റിയ പടമാണ്. അങ്ങനെ നെഗറ്റീവായിട്ട് വേറെ എന്താ തോന്നിയത്? വേറെ നെഗറ്റീവായിട്ട് അങ്ങനെ വേറെ ഒന്നുമില്ല. ഡബിങ് മാത്രമാണ് മലയാളത്തിൽ കുറച്ച് ഇതായിട്ട് തോന്നി. ഡബിങ് മാത്രം മോശം, കഥ ഉണ്ടോ? അങ്ങനെയൊന്നും ഇല്ല പറയാനായിട്ട്. എന്താ പടം എന്താ പറയാ? രണ്ടു വാക്ക്, ജസ്റ്റ് രണ്ടു വാക്ക്. എങ്ങനെയുണ്ട്? ഒന്നും പറയാനില്ല. ഡബിങ് ഒന്നും ശരിയല്ല. ഓക്കെ ഒന്നേ ഉള്ളൂ, അല്ലാതെ ഓൾറെഡി നെഗറ്റീവ് കേട്ടിട്ടല്ല വന്നിട്ടുണ്ടായിരുന്നത്. കുറെ അധികം നെഗറ്റീവ് ഉണ്ട്. അപ്പൊ എന്തായാലും കാണണം എന്ന് വിചാരിച്ച പടം തന്നെയാണ്. പക്ഷേ അത് നെഗറ്റീവ് വരുന്നതിന് നമ്മളതിന് യോജിക്കുന്നു. കാരണം ഡബിങ് ഒന്നും ശരിയല്ല, മലയാളം ഡബിങ് കാര്യങ്ങളൊന്നും ശരിയല്ല. കഥയായിട്ടൊന്നും ഇല്ല. അത് ജസ്റ്റ് ആ മേക്കിങ്ങും കാര്യങ്ങളെല്ലാം നല്ലതാണ്. യാഷ് നല്ലപോലെ ചെയ്തിട്ടുണ്ട്. പക്ഷെ നമുക്ക് പ്രത്യേകിച്ച് പറയാനായിട്ടൊന്നുമില്ല. KGF 2 കഴിഞ്ഞതിന്റെ ശേഷം യാഷിന്റെ 4 വർഷത്തിന് ശേഷമാണ് പടം വരുന്നത്. അത് വെറുത്തില്ല, യാഷിന് വെറുത്താണ്. അല്ല, മോശം ഒരു ഓപ്ഷൻ ആയി പോയെന്ന് പറയത്തുള്ളൂ. അതെ, ആ വെയിറ്റിന് ഉള്ള വെറുത്തില്ല കാര്യം പറയാം. അത്രയും കാരണം മേക്കിങ്ങും കാര്യങ്ങളും ആ ഗ്രാൻഡിയറും എല്ലാം ഉണ്ട്. പക്ഷെ അതിനനുസരിച്ചുള്ള കഥയോ കാര്യങ്ങളൊന്നുമില്ല. നമുക്ക് നല്ലപോലെ നല്ല ലാഗുണ്ട്. ഡബിങ് ഒക്കെ നമുക്ക് നാടകം പോലെയാണ് മലയാളത്തിന്റെ ഡബിങ്. ശരിയല്ല, പറയാനില്ല. അല്ല, ഗീതു മോഹൻദാസ് പറഞ്ഞ ഫെമിനിസ്റ്റ് ആശയങ്ങൾ, ഐഡിയോളജി ഒക്കെ ഫോളോ ചെയ്യുന്ന ആളാണ്. ആ ഐഡിയോളജി ഇതിലാക്കി. അതൊന്നും കമന്റ് ചെയ്യാനില്ല, ഒന്നും പറയാനില്ല.